ഇന്ന് നമുക്ക് 1 കിലോൻ്റെ കൊയല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാനാണ് കേട്ടോ ക്ലീനാക്കുന്നത്. ഇത് ഞാനങ്ങനെ ക്ലീനാക്കിയില്ല അതിന് വലിയ മീനൊന്നും. പക്ഷേ ഇത് ഞാൻ മുറിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുക നോക്കട്ടെ. അപ്പം പെട്ടെന്ന് കഴിഞ്ഞിട്ടത്. അപ്പോൾ എളുപ്പമാണ്, നമ്മൾ വിചാരിച്ച പോലെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കുന്നത് കാണിച്ചു തരാം. നമ്മളെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ. ഒരു 5-6 പേര് മാത്രം എന്നാണ് ലൈക്ക് അടിച്ചത്. ഒന്ന് ലൈക്ക് അടിക്കണേ, മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെട്ടി കൊടുത്താൽ ഞാൻ കയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈമ കത്രിക ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യോ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വാല് ഭാഗത്ത് കുറച്ച് രസധികം തന്നെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പൊടി പോലെ. അതൊന്ന് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൂളിയൊക്കെ ചെറിയ ചെറിയ തൂളി ഉണ്ടാവും കേട്ടോ. അതൊക്കെ നല്ലോണം ഒന്ന് പരണ്ടി പോക്കുക, നല്ലോണം പരണ്ടി പോക്കണം കേട്ടോ, എന്നാലാണ് അതൊന്ന് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തലഭാഗം ഇതേപോലെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൂളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് ക്ലീനാക്കി എടുത്തതാണ്. ഇനി ഇതിൻ്റെ തലഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പൂവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കി കളയാം കേട്ടോ. ഇത് ഞാൻ നടുക്കൂടെ ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിയ മീനാണല്ലോ. അപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഞാനിപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. ഇതിൻ്റെ കഴുത്ത് ഭാഗമില്ലേ, അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ വയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ വലിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. നല്ലോണം ക്ലീനായി കിട്ടും. അതൊന്ന് ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ ഇത് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നോ വെറുതെ. ഇപ്പം നല്ല നല്ല പീസാണ്. ഇതിപ്പോൾ നമ്മൾ മസാല ഒക്കെ പുരട്ടിയിട്ട് പൊരിക്കാനൊക്കെ നല്ല അടിപൊളി പീസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മീനിന്. ഇപ്പോൾ കട്ട് ചെയ്യാൻ അറിയാത്തവർ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.